ബിജെപി സംസ്ഥാന അധ്യക്ഷനും നേമത്തെ ബിജെപിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ശബരിമല 2018 ദ്രോഹം, വിദ്യാഭ്യാസ മേഖല അതിന്റെ വീഴ്ച, ആരോഗ്യ മേഖലയിൽ വീഴ്ച, ഇവിടെ നടന്ന അഴിമതി, അതിനെ കുറിച്ച് 10 കൊല്ലം കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ചില്ലേ? അപ്പൊ അതിന്റെ ഡീലിന്റെ ഒരു തെളിവല്ലേ? അപ്പൊ CPM കോൺഗ്രസ് തമ്മിലൊരു ഡീലുണ്ട്, അതിൽ ആർക്കും ഒരു സംശയമില്ല. അതൊരു ഡീലുണ്ട്. ആ ഡീലിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. കോൺഗ്രസും ജമാഅത്ത് തമ്മിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു. പിന്നെ ചോദിക്കേണ്ടത്, കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഏതെങ്കിലും കാലത്ത് ഒരു കോൺഗ്രസ് സർക്കാർ ഇവിടെ വന്നാൽ, UDF സർക്കാർ വന്നാൽ, മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ. അത് അവരുടെ കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ? അവർ തീരുമാനിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തിന്റെ തമ്മിൽ എന്താണ് ഡീൽ? മുസ്ലിം ലീഗ് ജമാഅത്തും SDPI തമ്മിൽ എന്താണ് ഡീൽ? ഡീലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഡീൽ എന്താണെന്ന് മുസ്ലിം ലീഗ് പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. അപ്പൊ ഇത് മൂന്നാമത്തെ ഒരു നുണ, ഡീൽ. CPM ഉം BJP തമ്മിൽ ഡീലിന്റെ സാധ്യത ഒരു മൊട്ട പൂജ്യമാണ്, 0 ആണ്. കാരണം CPM-നെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് കേരളത്തിൽ. CPM-ന്റെ അഴിമതി, CPM-ന്റെ ശബരിമല കൊള്ള, CPM-ന്റെ സംസാരിക്കുകയാണ്. അതായത് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവി എന്നുള്ള ഡിമാൻഡ് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 6 മന്ത്രിമാർ എന്ന ഡിമാൻഡും ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം.